ഇന്ന് നമുക്ക് ഒരു വലിയ ഗ്യാങ്സ്റ്ററിന്റെ കഥ പറയുന്ന തഗ് ലൈഫ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നായകനായ ശക്തിവേലും ഗ്യാങ്ങും ഒരു പോലീസുകാരനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എത്തുകയാണ്. എന്നാൽ ശക്തിവേലിന്റെ സഹോദരനായ മാണിക്യമാണെങ്കിലോ പോലീസിനെ കൊല്ലുന്നതിന് പകരം ഒരു പാവത്താനായ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ആളിനെ കൊന്നുകളഞ്ഞു. അയാൾക്ക് 2 മക്കളാണുള്ളത്, അമരനും ചന്ദ്രയും. അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അമരൻ. മാത്രവുമല്ല ചന്ദ്രയെയും കാണുന്നില്ല. ശക്തിവേൽ മാണിക്യത്തിനെ വഴക്ക് പറയുമെങ്കിലും മാണിക്യമാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. പക്ഷേ ശക്തിവേലിന് മനസ്സ് അനുവദിക്കുന്നില്ല. മറ്റൊരാളെ കൊല്ലുന്നതിന് പകരം അബദ്ധത്തിൽ എന്റെ കൂടെയുള്ള ഒരാൾ നിന്റെ അച്ഛനെ കൊന്നുകളഞ്ഞതാ, പറ്റിപ്പോയതാണെന്നും അമരനോട് പറയുമ്പോൾ പ്രത്യേകിച്ച് ദേഷ്യമോ അങ്ങനെ ഒന്നും തന്നെ അമരൻ കാണിക്കുന്നതേയില്ല. എനിക്ക് കുറച്ച് കാശ് തരുമോ, എന്റെ സഹോദരിയെ കണ്ടുപിടിക്കാനാ, അവളെ കാണുന്നില്ല. ഞാൻ വളർന്നു വലുതായി കാശ് സമ്പാദിച്ച് അത് തിരികെ തരാമെന്നും അമരൻ പറയുന്നു. എന്നാൽ അത് കേട്ട ശക്തിവേലാണെങ്കിൽ നിന്റെ സഹോദരിയെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, ഞാൻ കണ്ടുപിടിച്ച് തരാമെന്നും വാക്ക് നൽകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മാണിക്യത്തിന്റെ മകളാണെങ്കിൽ ഒരു വലിയ കുടുംബത്തിലെ പയ്യനെ പ്രണയിച്ചു. ചതിക്കപ്പെട്ടവൾ ഗർഭിണിയായി. അവനൊരു പാട്ടുകാരനാണ്. എന്നാൽ അവനാണെങ്കിൽ കൈയൊഴിഞ്ഞതോടെ പെൺകുട്ടി വേറെ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. മാണിക്യത്തിന്റെ മകളുടെ മരണത്തിന് കാരണമായവനെ കൊല്ലുമെന്ന വാശിയായി ശക്തിവേലിന്. പക്ഷേ ആ പയ്യന്റെ വീട്ടുകാരാണെങ്കിൽ ഒരുപാട് കെഞ്ചി കാല് പിടിക്കും. ഒടുവിൽ വീട്ടുകാർ പയ്യനെ നാട് കടത്തുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനായി നോക്കുന്ന സമയത്ത് അവിടേക്ക് അമരനും കൂട്ടരും എത്തി ആ പയ്യനെ കടത്തിക്കൊണ്ടുപോകും. അന്ന് ആ പ്രശ്നം മുതൽ അമരൻ ശക്തിവേലിനൊപ്പമാണ് വളരുന്നതും. ആ ഒരു പയ്യനെയും അവന്റെ വീട്ടുകാരെയും ശക്തിവേലിന്റെ താവളത്തിലേക്കാണ് അമരൻ കൊണ്ടുവന്നത്. അവന്റെ അച്ഛൻ എത്ര കെഞ്ചിയിട്ടും കേൾക്കാതെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ശക്തിവേലാണെങ്കിലോ അവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ശക്തിവേൽ ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ ആയ സമയത്ത് ശക്തിവേലിന് പകരം ഇനി ആരെന്ന ചോദ്യം വന്നു. എന്നാൽ ശക്തിവേലാണെങ്കിൽ എല്ലാ അധികാരവും അമരനെ ഏൽപ്പിച്ചു. ഞാൻ അകത്തിരുന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ നീ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ശക്തിവേൽ ജയിലിലേക്ക് പോയി. എന്നാൽ ശക്തിവേലിന്റെ കൂട്ടാളിയായ പത്രോസിനാണെങ്കിലോ അതത്ര ഇഷ്ടമായതേയില്ല. നീയല്ലേ ശക്തിവേലിന്റെ സ്ഥാനത്ത് വരേണ്ടതെന്ന് മറ്റുള്ളവരൊക്കെ ഇളക്കി വിടുകയാണ് പത്രോസിനെ. മറ്റൊരു വശത്ത് മാണിക്യത്തിനും തനിക്ക് കിട്ടേണ്ട അധികാരം തന്നില്ലെന്ന ടെൻഷനും. അത് അമരനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമരൻ പറയുന്നത് അത് വിട്ടുകളാ, ഞാൻ എന്ത് ചെയ്താലും നിങ്ങളോടൊക്കെ ആലോചിച്ചും പറഞ്ഞിട്ടുമല്ലേ ചെയ്യൂ എന്നും അമരൻ പറയുന്നു. അത് കേട്ട് മാണിക്യത്തിന് സമാധാനമാവും. ജയിലിലായിരുന്ന ശക്തിവേലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രാണി എന്നൊരു പെണ്ണ് വരികയാണ്. ഈ ഇന്ദ്രാണി ആരെന്നാൽ പണ്ട് അമരന്റെ സഹോദരിയായ ചന്ദ്രയെ തേടി ശക്തിവേൽ അലയുന്ന സമയം ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നിടത്തു നിന്നും പരിചയപ്പെട്ടതാണ് ഈ ഇന്ദ്രാണിയെ. അന്നു മുതൽ ശക്തിവേൽ അവളെ തന്റെ കൂടെ കൂട്ടി. കീപ്പെന്ന് വേണമെങ്കിൽ പറയാം. ശക്തിവേലി ജയിലിലായിരുന്ന സമയം അവിടുത്തെ മാഫിയ ഗ്യാങ് ഒക്കെ വളർന്നു വരികയായിരുന്നു. ശക്തിവേലി കൊന്നുകളഞ്ഞ പയ്യന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഗ്യാങ്സ്റ്ററായും വളർന്നു വരികയാണ്. ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ച് അയാൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുവാനായും തീരുമാനിച്ച സമയത്തായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുമുണ്ടായത്. അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കണമെന്നും അയാൾ തീരുമാനിക്കുന്നു. അമരനുമായി ഡീല് സംസാരിക്കുകയാണ്. അക്കാര്യം അമരൻ ജയിലിലായിരുന്ന ശക്തിവേലിനോട് പറയും. എന്നാൽ ഈ ശക്തിവേലിന് വല്ലാത്ത ദേഷ്യം. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാനെല്ലാം ഏൽപ്പിച്ചിട്ട് വന്നത്, എന്നിട്ടേ ഞങ്ങളുടെ ശത്രുവുമായിട്ട് പോയി കൂട്ടുകൂടിയിരിക്കുന്നു എന്നൊക്കെ മാണിക്യത്തോടും അമരനോടും ദേഷ്യപ്പെടുന്നു. രണ്ടാളെയും അവിടെ നിന്ന് പറഞ്ഞുവിടും. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ശക്തിവേലി റിലീസായി. പുറത്തു വന്ന ഡീലിനെ പറ്റി ആലോചിച്ച ശക്തിവേലാണെങ്കിൽ ഡീലിന് ഓക്കെ പറയുവാനായി അമരനോട് പറഞ്ഞു. അത് ഞാൻ അപ്പോഴേ ചെയ്തു എന്നും അമരൻ പറയുമ്പോൾ അവനെ ഒരുപാട് പുകഴ്ത്തി പറയുകയാണ് ശക്തിവേലും. ജയിലിൽ നിന്ന് വന്ന ഉടനെ തന്നെ ശക്തിവേൽ നേരെ പോയത് തന്റെ വീട്ടിലല്ല, മകളെയും ഭാര്യയും കാണാനൊന്നുമല്ല, മറിച്ച് തന്റെ കീപ്പായ ഇന്ദ്രാണിയുടെ അടുത്തേക്കായിരുന്നു. എന്നാൽ അമരൻ ശക്തിവേലിന്റെ വീട്ടിലെത്തുന്ന സമയത്ത് ശക്തിവേലിന്റെ മകളായ മങ്കയെ കാണുന്നില്ലെന്ന് ഭാര്യ ജീവ പറയും. സത്യത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ ഈ മങ്ക ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. ശക്തിവേൽ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പേടിച്ച് മങ്ക അവനൊപ്പം ഇറങ്ങിപ്പോയി. വിവരമറിഞ്ഞ ശക്തിവേലാണെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഭാര്യയെ ജീവയും ഇല്ലെന്ന് ശക്തിവേൽ മനസ്സിലാക്കുന്നു. ശക്തിവേലിനാണെങ്കിൽ ആകെ ടെൻഷൻ. ഭാര്യയും മകൾക്കൊപ്പം പയ്യന്റെ വീട്ടിലാണ്. കാരണം ഈ ശക്തിവേലും ഇന്ദ്രാണിയും തമ്മിലുള്ള ബന്ധം ജീവയ്ക്കറിയാം. അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ് ജീവ. എന്നാൽ ഒടുവിൽ ശക്തിവേലാണെങ്കിൽ വീട്ടിലെത്തി മകളോട് സംസാരിച്ച് വിവാഹത്തിന് സമ്മതിക്കും. ഭാര്യയെ സമാധാനിപ്പിച്ച് പ്രശ്നവും സോൾവ് ആക്കുന്നു. മങ്കയുടെ കല്യാണ ദിവസം എത്തി. കല്യാണത്തിന് പങ്കെടുക്കുവാനായിട്ട് ഇന്ദ്രാണിയുമുണ്ട്.
ഇന്ദ്രാണിയോട് സംസാരിക്കവേ അമരൻ പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അത് കേട്ട് ഇന്ദ്രാണിയുടെ മറുപടി എന്തെന്നാൽ, എനിക്ക് ശക്തിവേലിനെയാണ് ഇഷ്ടം. നിനക്ക് മങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ എന്ന് ഇന്ദ്രാണി അമരനോട് ചോദിക്കുമ്പോൾ, അല്ല, സഹോദരിയെ പോലെയാണ് കാണുന്നതെന്നും അമരൻ പറയുന്നു. പണ്ട് കുട്ടിക്കാലത്ത് അമരന് മങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ശക്തിവേലിന് അത് ഇഷ്ടമാകില്ല എന്ന് കരുതിയാണ് അമരനായ ഇഷ്ടം ഉപേക്ഷിച്ചതും. അങ്ങനെ വിവാഹമൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ശക്തിവേലിന് ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും അമരൻ പറയുന്നതേ കേൾക്കൂ. ശക്തിവേലിന് വലിയ വിലയൊന്നുമില്ല. അത് ശക്തിവേലിന്റെ മനസ്സിൽ ഒരു കരടായി വളർന്നു. ഒരിക്കൽ ശക്തിവേലും ഗ്യാങ്ങും കാറിൽ പോകവേ ഏതോ ഒരാളുടെ കാർ വന്ന് അവരുടെ കാറിൽ ഇടിക്കുകയും അതിലിരുന്നവർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ ശക്തിവേലിന്റെ ഡ്രൈവറിന് വെടിയേറ്റ് അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിവേലാണ് പിന്നീട് കാർ ഓടിച്ചതും. എന്നാൽ ഷൂട്ടിംഗ് അവസാനിക്കുമോ? ഇല്ല. ഒരു ഘട്ടത്തിൽ പത്രോസ് ഇറങ്ങി വന്നവരെ എല്ലാവരെയും ഷൂട്ടും ചെയ്യും. പരിക്കേറ്റ ശക്തിവേലും ഗ്യാങ്ങും ഹോസ്പിറ്റലിലും അഡ്മിറ്റായി. ആ ഒരു കേസ് അന്വേഷിക്കുവാനായി എത്തിയത് രായപ്പ എന്ന പോലീസ് ഓഫീസർ ആയിരുന്നു. ശക്തിവേൽ കൊന്ന പയ്യന്റെ ചേട്ടനാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. കേസ് അന്വേഷിക്കാനെത്തിയ രായപ്പനാണെങ്കിൽ മാഫിയ ഗ്യാങ്ങിനെ പറ്റി പറയുവാനൊക്കെ ശക്തിവേലിനോട് പറയുന്നു. എന്നാൽ രായപ്പന്റെ ചോദ്യം ചെയ്യലെന്നും അവർക്കത്ര ഇഷ്ടമായതേയില്ല. അതോടുകൂടി രായപ്പ ഈ സ്ഥലം മാറ്റിച്ചു. എന്നാൽ ഒരു നാൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ പൊക്കുമെന്ന് രായപ്പ വെല്ലുവിളിച്ചിട്ടാണ് പോയതും. ആ സമയം ഇവർക്കൊപ്പം അമരനില്ലായിരുന്നു. അമരൻ ശക്തിവേലിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ശക്തിവേൽ ചോദിക്കും. അമരന് കൃത്യമായി മറുപടിയില്ല, തപ്പി തടയുന്നുണ്ടായിരുന്നു. അതോടുകൂടി ശക്തിവേലിന് അമരനെ സംശയമായി. അവർക്കിങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ഈ അമരൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ശക്തിവേലിന് നല്ല സംശയമായി. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ ഭാര്യയാണെങ്കിൽ ശക്തിവേലിനോട് സത്യം തുറന്നു പറയുന്നു. മങ്ക പ്രഗ്നന്റായി, അബോഷനായി. അത് നിങ്ങൾ അറിഞ്ഞാൽ സങ്കടമാകുമെന്ന് കരുതിയാ പറയാത്തത്. അമരനെയും കൂട്ടിയാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതെന്നും ഭാര്യ പറഞ്ഞു. അതോടുകൂടി ശക്തിവേലിന് അമരനെ സംശയിച്ചതിൽ നല്ല കുറ്റബോധവും തോന്നുകയാണ്. ശക്തിവേലിനൊപ്പം പോവുകയായിരുന്ന അമരനോട് ശക്തിവേൽ പറയും, നീ എന്നോട് ക്ഷമിക്കടാ, ഞാൻ അബദ്ധത്തിൽ നിന്നെ സംശയിച്ചു പോയി. ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയുമെങ്കിലും അതൊന്നും കേൾക്കുവാനായിട്ട് അമരൻ കൂട്ടാക്കുന്നതേയില്ല. അമരൻ ശക്തിവേലിനോട് പിണങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു. നേരെ പോകുന്നത് മാണിക്യത്തിനടുത്തേക്കാണ്. മാണിക്യമാണെങ്കിൽ ശക്തിവേലിനെ വിളിച്ചിട്ട് അവനൊരു അബദ്ധം പറ്റിയതാ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാമെന്നും ശക്തിവേലിനോട് പറയുന്നു. എന്നിട്ട് അമരനെയും കൂട്ടി മാണിക്യമാണെങ്കിൽ വരുന്ന വഴിയില് അമരനോട് പറയും, നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്നാ ശക്തിവേലി പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമരൻ പറയും, അന്ന് ആ ഒരു വെടിവെപ്പ് നടന്ന സമയത്ത് എന്റെ അച്ഛനെ അവരുടെ കൂട്ടത്തിലുള്ള ആരോ ആളറിയാതെ കൊന്നുപോയതാണെന്നാ എന്നോട് പറഞ്ഞത്. അച്ഛനെ കുഴിച്ചു മൂടുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം എന്നോട് ശക്തിവേലി പറഞ്ഞിരുന്നു എന്നും അമരൻ പറയുന്നു. എന്നാൽ അത് കേട്ട് മാണിക്യം പറയുന്നത്, ആര് പറഞ്ഞു അങ്ങനെയാണ് നിന്റെ അച്ഛൻ മരിച്ചതെന്ന്? അതെല്ലാം വെറുതെയാ. നിന്റെ അച്ഛനെ കൊന്നത് ശക്തിവേല. നിന്റെ അച്ഛൻ ആ ജനലിന്റെ പിന്നിൽ മറന്നു നിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. പത്രം ജനലിലൂടെ അകത്തേക്ക് വന്ന സമയത്ത് മനഃപൂർവ്വമാ നിന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നു കളഞ്ഞതെന്നും മാണിക്യം പറഞ്ഞ് എരിയേറ്റു കൊടുക്കുന്നു. അതോടുകൂടി അമരനാണെങ്കിൽ ശക്തിവേലിനോട് വല്ലാത്ത ദേഷ്യമായി. എന്നാൽ മറ്റൊരു വശത്ത് താൻ ചെയ്ത പാപങ്ങളുടെയൊക്കെ ഫലമാണ് തന്റെ മകൾക്ക് അബോഷനൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത കാരണം ശക്തിവേലിനാണെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങൾ കയറി ഇറങ്ങുകയാണ്. ശക്തിവേലിന്റെ വൈഫിന് ആസ്മയുള്ളതിനാൽ ഭാര്യയെ കൊണ്ടുപോകുവാനായി പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇമയമലയിലേക്ക് ഒറ്റയ്ക്കാണ് ശക്തിവേൽ പോകുന്നതും. പോകുന്ന വഴിയിൽ വെച്ച് ശക്തിവേലാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുവാനായിട്ട് വണ്ടി നിർത്തും. എന്നാൽ അവിടെ ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് ശക്തിവേലിന് നല്ലൊരു കെണി പതിയിരിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ശക്തിവേലിന്റെ സഹോദരനായ മാണിക്യവും ഗ്യാങ്ങുമായിരുന്നു. മാണിക്യവും പത്രോസുമായിരുന്നു അതിന് പിന്നില്. മാണിക്യവും പത്രോസും ചേർന്ന് ശക്തിവേലിനെ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം ഇമയമലയ്ക്ക് മുകളിലെത്തി. മാണിക്യവും പത്രോസുമായിരുന്നു അതിന് പിന്നില്. മാണിക്യവും പത്രോസും ശക്തിവേലിനെ ഒരുപാട് ഉപദ്രവിക്കും. ശക്തിവേലാണെങ്കിൽ അവസാനം ഇമയമലയ്ക്ക് മുകളിലെത്തി. ശക്തിവേൽ അവിടെ നിന്ന് അമര അമര എന്ന് ഉറക്കി നിലവിളിക്കും. പക്ഷേ ശക്തിവേൽ കരുതിയത് അമരൻ വരുന്നത് തന്നെ രക്ഷിക്കാനായിരിക്കുമെന്നാ. എന്നാൽ അവിടേക്കെത്തിയ അമരനാണെങ്കിൽ ശക്തിവേലിനെ ഒരുപാട് ഉപദ്രവിക്കും. ശക്തിവേലിനോട് നല്ല പകയുണ്ടായിരുന്നു അമരന്. ശക്തിവേലാണെങ്കിൽ അമരന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സമയത്ത് ശക്തിവേലിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് അമരൻ. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് തള്ളിപ്പെടുന്നു. അതോടുകൂടി ശക്തിവേൽ മരണപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതി അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും. നാട്ടിലേക്കെത്തിയ അമരനാണെങ്കിൽ നേരെ ചെല്ലുന്നത് ഇന്ദ്രാണിയെ കാണുവാനായിട്ടാണ്. ശക്തിവേലി മരിച്ചു, ഇനി ആ സ്ഥാനത്ത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അമരൻ നേരെ വരുന്നത് ശക്തിവേലിന്റെ ആളുകൾക്കടുത്തേക്കാണ്. അവരെല്ലാവരും ചോദിക്കുന്നത് നീ ശക്തിവേലിനെ എന്ത് ചെയ്തു കളഞ്ഞു എന്നാണ്. കാരണം അമരൻ അത്രയ്ക്കും അഹങ്കാരിയായി മാറിയിരുന്നു. അമരൻ പറയുന്നത്, ഞാൻ കൊന്നു, എന്റെ കൈകൊണ്ടാ ഞാൻ ശക്തിവേലിനെ താഴേക്ക് വലിച്ചെറിഞ്ഞത്. ഇനി മുതൽ ശക്തിവേലിന്റെ സ്ഥാനത്ത് ഞാനാ ഇനി പുതിയ ശക്തിവേലെന്ന് അമരൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്.
എന്നാൽ മറ്റൊരു വശത്ത് ശക്തിവേലാണെങ്കിൽ നേപ്പാളിലെ മഞ്ഞുമലകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട ശക്തിവേലാണെങ്കിൽ എങ്ങനെയെങ്കിലും തനിക്ക് ജീവൻ നിലനിർത്തണമെന്ന് ചിന്തിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വാമിമാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അങ്ങനെ അവിടെ വെച്ച് ഒരുവിധം ശക്തിവേലിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. മറ്റുള്ളവർ തന്നെ ആക്രമിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശക്തിവേലാണെങ്കിൽ ഫൈറ്റൊക്കെ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. ആദ്യം വന്നത് തന്നെ കൊല്ലുന്നതിന് കൂട്ടുനിന്ന 2 പേർക്കടുത്തേക്കാണ്. ഒന്ന് ഡ്രൈവറും പിന്നെ രണ്ടാമത്തത് തന്റെ കൂട്ടാളിയും. ഡ്രൈവർ ആണെങ്കിൽ പറയുന്നത് അവരെന്നെ നിർബന്ധിച്ചു കൂട്ടുനിന്നതാ, അതുകൊണ്ട് എനിക്ക് വെടിവെക്കേണ്ടി വന്നത്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നതിനാൽ ഡ്രൈവറിനെ വെറുതെ വിടും. മറ്റൊരു കൂട്ടാളിയെ ഫ്ലൈറ്റിൽ വെച്ചതിനെ കൊന്നുകളയുകയും ചെയ്യുന്നു. അതിനുശേഷം നേരെ വരുന്നത് എങ്ങനെയെങ്കിലും തനിക്ക് തന്റെ ഫാമിലിയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അവർ തിരുച്ചെന്തൂരിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ശക്തിവേലാണെങ്കിൽ ഭാര്യയും മകളെയും കാണുവാനായിട്ട് പോകും. അതേ സമയം തന്നെയായിരുന്നു ശക്തിവേൽ തിരികെ വന്ന കാര്യവും തന്റെ 2 കൂട്ടാളികളെ കൊന്നുകളഞ്ഞ കാര്യവും മാണിക്യവും അമരനും അറിയുന്നത്. മാണിക്യം അമരനോട് പറയുന്നുണ്ട് എത്രയും വേഗം അവനെ കൊന്നുകളയണമെന്ന്. എന്നാൽ അമരൻ പറയുന്നത് ഒരു തവണ മാത്രമേ എനിക്കൊരാളിനെ കൊല്ലാനാകത്തുള്ളൂ, അതുകൊണ്ട് എനിക്കിനി പറ്റില്ല എന്ന് പറയുമ്പോൾ മാണിക്യത്തിന് വല്ലാതെ ദേഷ്യം വരും. മാണിക്യത്തിനോടപ്പോൾ അവൻ പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പത്രോസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പത്രോസ് നോക്കിക്കൊള്ളുമെന്നും അമരൻ മാണിക്യത്തിനോട് പറയുന്നു. ഈ പത്രോസ് ആണെങ്കിൽ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്ന ശക്തിവേലിനടുത്തേക്കായിരുന്നു. ശക്തിവേലിനെ അവിടെ വെച്ച് കൊല്ലുവാനൊക്കെ പത്രോസ് ശ്രമിക്കും. എന്നാൽ ശക്തിവേലാണെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഫൈറ്റ് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പത്രോസുമായി നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കും. മാത്രവുമല്ല ഓടിക്കൊണ്ടുന്ന ട്രെയിനിന് മുന്നിലേക്ക് പത്രോസിനെ പിടിച്ച് തള്ളുകയും പത്രോസ് മരണപ്പെടുകയും ചെയ്യുന്നു. ഈ വിവരമാണെങ്കിൽ മാണിക്യവും അമരനും അറിയുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ശക്തിവേലിനെ കൊന്നാൽ മതി, ശക്തിവേലിനെ കൊന്നുകളഞ്ഞാൽ മാത്രമേ തങ്ങൾക്കിനി ജീവിക്കാനാകൂ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. നേരെ തന്റെ മകളെയും ഭാര്യയും കാണുവാനായിട്ട് തിരുച്ചെന്തൂരിലേക്ക് എത്തുകയായിരുന്നു ശക്തിവേൽ. അപ്പോഴേക്കും മകൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. എന്നാൽ ശക്തിവേലിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ശക്തിവേൽ മരണപ്പെട്ടതറിഞ്ഞ് ഭാര്യയാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിന്റെ കൊലയാളികളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി. പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നത് മാണിക്യവും ഗ്യാങ്ങും അറിയുന്നു. അതിൽ നിന്നും അവരെ മാറ്റുവാൻ വേണ്ടിയിട്ട് ശക്തിവേലിന്റെ ഭാര്യ സഞ്ചരിച്ച കാറിൽ ഒരു ലോറി കൊണ്ടുവന്നിടിച്ച് അവരെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അവർക്ക് മരണമൊന്നും സംഭവിച്ചില്ല. അവർക്ക് ഓർമ്മശക്തി നഷ്ടമായി. മകളെയും അറിയത്തില്ല, മകളുടെ കുഞ്ഞിനെയും അറിയത്തില്ല, ശക്തിവേലിനെയും അറിയത്തില്ല. ശക്തിവേലിനെ കണ്ടതും അലറിക്കൊണ്ടാണ് ഭാര്യ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും. അതൊന്നും കാണുന്ന ശക്തിവേലിനെ സഹിക്കാനേ പറ്റുന്നില്ല. തന്റെ കുടുംബത്തിന് ഇത്തരമൊരു അവസ്ഥ വരാൻ കാരണമായവരെയെല്ലാം ഞാൻ കൊല്ലുമെന്ന് അലറിക്കൊണ്ടാണ് ശക്തിവേൽ നേരെ ഗോവയിലേക്ക് പോകുന്നത്. ഗോവയിലാണ് ഇപ്പോൾ അമരനും മാണിക്യവും ഒക്കെ ഉള്ളത്. അവർ 2 പേരും അവിടെ പുതുതായിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല ലക്ഷറി ലൈഫാണ്. മാത്രമല്ല അമരനൊപ്പം ഇപ്പോൾ ഇന്ദ്രാണിയും അവിടെ തന്നെയുണ്ട്. ഇന്ദ്രാണിയോട് അമരനെ പറ്റിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ശക്തിവേൽ. അതേ സമയത്തായിരുന്നു രായപ്പ അവിടേക്ക് വരുന്നതും. രായപ്പ വന്നിട്ട് ശക്തിവേലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ശക്തിവേലിനെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ ഗ്യാങ്ങിൽ ആരൊക്കെയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത്, ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ വെറുതെ വിടൂ എന്നുള്ള കാര്യമൊക്കെ രായപ്പൻ പറയും. എന്നാൽ അത് കേട്ട് ശക്തിവേൽ പറയുന്നത് 48 മണിക്കൂർ എനിക്ക് സമയം താ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ഞാൻ പറഞ്ഞു തരാമെന്നും രായപ്പയോട് ശക്തിവേൽ പറയുന്നു. അതനുസരിച്ച് ഈ രായപ്പയാണെങ്കിൽ ശക്തിവേലിനെ വെറുതെ വിടുകയാണ്. രായപ്പയ്ക്ക് മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്. എന്തെന്നാൽ അമരനടുത്ത് പോയി ശക്തിവേലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമരനാണെങ്കിൽ ശക്തിവേലിനോട് ദേഷ്യം വരും. 2 കൂട്ടരെയും തമ്മിൽ തല്ലിക്കാം. അമരൻ വഴി അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുവാനായി പറ്റുമല്ലോ. 2 പേരും തമ്മിൽ തല്ലുന്നത് നമുക്ക് കണ്ടു രസിക്കാം എന്നായിരുന്നു രായപ്പയ്ക്ക്. ഈ 48 മണിക്കൂർ ശക്തിവേൽ ചോദിച്ചത് എന്തിനെന്നാൽ തന്റെ സഹോദരനായ മാണിക്യത്തിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. മാണിക്യത്തിനെ ഒരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടു പോകും. പക്ഷേ ശക്തിവേലിനെ കൊല്ലാൻ കഴിയുന്നില്ല. എത്രയായാലും സ്വന്തം സഹോദരനല്ലേ. ശക്തിവേലാണെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടും. എന്നാലും ശക്തിവേലിന്റെ മനസ്സിലാണെങ്കിൽ അവന്റെ കുടുംബം തകർത്തത് ഈ മാണിക്യമല്ലേ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് മാണിക്യത്തിനെ കൊന്നുകളയുന്നു. മാണിക്യത്തിനെ കൊന്ന വിവരമാണെങ്കിൽ അമരൻ അറിയും. അമരന് വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ട്. അതേ സമയമായിരുന്നു അമരനടുത്ത് ഡീല് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് രായപ്പയും ഗ്യാങ്ങും വരുന്നത്. എന്നാൽ അമരനാണെങ്കിൽ അവരോട് പറയുന്നത് ശക്തിവേലിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തും ഞാൻ ചെയ്യാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തിവേലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ആ വിവരം അറിഞ്ഞ് ശക്തിവേലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ വിദേശത്തേക്ക് കടന്നു കളയുവാനേയും തീരുമാനിക്കുന്നു. അതിനു മുൻപായിട്ട് ഇന്ദ്രാണിയെ തനിക്കൊപ്പം കൊണ്ടുപോകുവാനായിട്ട് ശക്തിവേൽ തീരുമാനിക്കും. എന്നാൽ ഇന്ദ്രാണിയെ വിളിക്കുന്ന സമയത്ത് ഇന്ദ്രാണിക്കാണെങ്കിൽ വരാൻ കഴിയുന്നില്ലായിരുന്നു.
ഇന്ദ്രാണി ഇപ്പോൾ ഉള്ളത് അമരന്റെ വീട്ടിലാണ്. ശക്തിവേൽ ഫോൺ വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രാണി താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ ബോംബുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റ് ആവുകയാണ്. ഇന്ദ്രാണി അവിടെ വെച്ച് മരണപ്പെടും. ആ ഒരു വിവരം അറിഞ്ഞ് ശക്തിവേലും വീട്ടിലേക്ക് വരുന്നു. ശക്തിവേലാണെങ്കിൽ ഇന്ദ്രാണി എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് വലിയൊരു കല്ല് ശക്തിവേലിന്റെ മുകളിലേക്ക് വന്ന് വീണ് അവിടെ ലോക്കായി പോവുകയാണ്. അമരനും സംഭവ സ്ഥലത്തേക്ക് എത്തി. നീയാണ് ഇത് ബ്ലാസ്റ്റ് ആകുന്നതിന് കാരണം, ഇന്ദ്രാണിക്ക് ഇങ്ങനെ സംഭവിച്ചത് നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് ഈ അമരനാണെങ്കിൽ ശക്തിവേലിനെ ഒരുപാട് ഉപദ്രവിക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. സത്യത്തില് സിനിമയുടെ തുടക്കത്തില് ശക്തിവേൽ ഒരു പയ്യനെ കൊന്നുകളഞ്ഞല്ലോ. ആ പയ്യന്റെ അച്ഛനാണ് ഇതിന് കാരണം. അമരനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് വെച്ച സ്കെച്ചാണ്. പക്ഷെ പണി കിട്ടിപ്പോയത് ഇന്ദ്രാണിക്കുമായിരുന്നു. ശക്തിവേലുമായിട്ട് അമരൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ആ പയ്യന്റെ അച്ഛനും ഗ്യാങ്ങും അവിടേക്ക് വന്ന് അമരനെ കടത്തിക്കൊണ്ടു പോകുന്നതും. അമരനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു വീട്ടിൽ ലോക്കായി കിടക്കുന്ന ശക്തിവേലിനടുത്തേക്ക് രായപ്പയും ഗ്യാങ്ങും വരുന്നത്. രായപ്പ അവിടെ നിന്നും ശക്തിവേലിനെ രക്ഷിച്ച് തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ രായപ്പയുടെ വൈഫ് ഉണ്ടായിരുന്നു. രായപ്പയുടെ വൈഫ് ഒരു ഡോക്ടറാണ്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ശക്തിവേലിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് എല്ലാം അവൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് അവൾ ശക്തിവേലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കഥ പറയും. അവൾ പറയുന്നത് പണ്ട് ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് തന്റെ അച്ഛനും സഹോദരനും മരണപ്പെട്ടു പോയി. അതിനുശേഷം എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാ എന്നെ വളർത്തിയത്, അതും ഒരു ഹോമിൽ ചേർത്തെന്നുള്ള കാര്യം അവൾ പറയുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ശക്തിവേലാണെങ്കിൽ നീ ചന്ദ്രയാണോ എന്ന് ചോദിക്കും. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോകുന്നു. അതെ, അവൾ ചന്ദ്ര തന്നെയാണ്. എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? നിന്റെ സഹോദരനല്ലേ അമരൻ എന്നും ശക്തിവേൽ ചോദിക്കുമ്പോൾ അത് കേട്ടതും ചന്ദ്ര ഞെട്ടിപ്പോകുന്നു. അതെ, എന്റെ സഹോദരൻ തന്നെ അമരൻ എന്നും അവൾ പറയുന്നു. അമരൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ശക്തിവേൽ അങ്ങനെ ചോദിച്ചതോടുകൂടി ചന്ദ്രയ്ക്ക് മനസ്സിലായി. അങ്ങനെ ശക്തിവേൽ ആരെയാണോ തിരക്കി നടന്നത് അവസാനം അവൾ തന്നെ ശക്തിവേലിന്റെ കയ്യിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു വില്ലന്റെ ആളുകളും അവിടേക്ക് വരുന്നതും. ശക്തിവേലാണെങ്കിൽ ചന്ദ്രയെ കൊണ്ടുവന്ന് ഒരു റൂമിൽ അടച്ചിട്ട ശേഷം ശക്തിവേല് വില്ലന്റെ ആളുകളുമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. തന്നെ ഉപദ്രവിക്കാൻ വന്ന എല്ലാവരെയും ശക്തിവേല് കൊന്നു കളയുന്നു. മറ്റൊരു വശത്ത് അമരനെയും കെട്ടിയിട്ട് ഉപദ്രവിക്കുകയാണല്ലോ. അമരനും ഒരു ഘട്ടത്തിൽ അവരുമായിട്ട് വലിയ ഫൈറ്റ് തന്നെ നടത്തും. തന്നെ ഉപദ്രവിക്കാൻ നോക്കുന്ന എല്ലാവരെയും അമരനും കൊന്നു കളയുന്നു. അതേസമയം അമരന്റെ ഫോണിലേക്ക് അമരൻ ഒരു മെസ്സേജ് വരും. എവിടെ വെച്ചാണോ അമരന്റെ അച്ഛൻ മരണപ്പെട്ടത് അവിടേക്ക് വരുവാനായിട്ടാണ്. അതുപോലെ തന്നെ ചന്ദ്രയോടും പറയുന്നുണ്ട് അവളുടെ അച്ഛനെയും സഹോദരനെയും എവിടെ വെച്ചാണോ അവൾക്ക് നഷ്ടമായത് അവിടേക്ക് വരുവാനായിട്ട്. അതേ സ്ഥലത്ത് തന്നെ അമരനും എത്തുകയാണ്. അവിടെ അമരനെ കാത്ത് ശക്തിവേലുണ്ടായിരുന്നു. ശക്തിവേലിനെ കൊല്ലുവാനായിട്ട് അമരൻ ശ്രമിക്കും. എന്നിട്ട് അമരൻ ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? പാവപ്പെട്ടൊരു പത്രക്കാരൻ, എന്തിനാ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞത് എന്നൊക്കെ അമരൻ ചോദിക്കുമ്പോൾ ആര് കൊന്നു കളഞ്ഞു? ഞാനോ? ഞാൻ കൊന്നുകളഞ്ഞെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മാണിക്യമാണെന്നും അമരൻ പറയുന്നു. നിന്നെ എല്ലാവരും ചേർന്ന് പറഞ്ഞു പറ്റിച്ചതാ, ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല എന്ന് ശക്തിവേൽ എത്ര പറഞ്ഞിട്ടും അത് കേൾക്കുവാനായിട്ട് അമരൻ കൂട്ടാക്കുന്നില്ല. അതേസമയം തന്നെയായിരുന്നു അവിടേക്ക് ചന്ദ്രയും വരുന്നത്. അമര എന്ന് വിളിച്ചുകൊണ്ടാണ് ചന്ദ്ര വരുന്നതും. ചന്ദ്രയുടെ ശബ്ദം കേട്ട് അമരൻ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ ശക്തിവേൽ പറയും, ദേ നിന്റെ സഹോദരിയെ ഞാൻ കണ്ടുപിടിച്ചു തരുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നില്ലേ എന്ന് അമരനോട് ശക്തിവേൽ പറയും. ചന്ദ്രയെ കണ്ടതും അമരനാണെങ്കിൽ ചന്ദ്രയ്ക്ക് അടുത്തേക്ക് ഓടുകയാണ്. അതേസമയം തന്നെയായിരുന്നു വില്ലന്റെ ആളുകൾ അവിടേക്ക് വരുന്നതും. വില്ലന്റെ ആളുകളാണെങ്കിൽ അമരനെ വെടിവെക്കും. ചന്ദ്ര അമരന്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെയായിരുന്നു അമരനെ വെടികൊണ്ടതും. അവിടെ വെച്ച് അമരൻ മരണപ്പെട്ടു പോകുന്നു. ഇത്രയും നാൾ കാത്തിരുന്നത് തന്റെ സഹോദരിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അമരൻ അതിന് സാധിച്ചില്ല. വില്ലന്റെ ആളുകളിൽ നിന്നും ഒരുവിധം ശക്തിവേലും ചന്ദ്രയും ഒക്കെ രക്ഷപ്പെടുന്നു. താൻ ഇത്രയും നാളെ വളർത്തിയൊരു പയ്യൻ തന്റെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിച്ച് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ശക്തിവേലിന്. അതോടുകൂടി തന്റെ ഈ ഒരു ഗ്യാങ്സ്റ്റർ പരിപാടിയെല്ലാം അവസാനിപ്പിക്കുവാനായിട്ടും ശക്തിവേൽ തീരുമാനിച്ചു. അവിടെ നിന്ന് നേരെ പോയത് തന്റെ ഭാര്യയ്ക്കും മകൾക്കും അടുത്തേക്കാണ്, തിരുച്ചെന്തൂരിലുള്ള ഗ്രാമത്തിലേക്ക്. അവിടെ ചെന്ന് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം എല്ലാം അവസാനിപ്പിച്ച് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനായിട്ടും ശക്തിവേൽ തീരുമാനിച്ചു. അവിടെ വ്യവസായമൊക്കെ ചെയ്ത് സന്തോഷമായി ശക്തിവേൽ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.